ഇനി എന്താ വേണ്ടത് അവർക്ക്? ഉറങ്ങിക്കോ, അതിന് കുഴപ്പമില്ല. വിശക്കണേന് ഇപ്പൊ എന്താ കഴിക്കാൻ തോന്നുന്നു വായിക്കാതെ പറ, അമ്മ വാങ്ങിച്ചു തരാം. പറ. വേണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഇപ്പോൾ സ്കൂളിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് ഗവൺമെൻറ് ഹോളിഡേ ആണ്, ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് കാണാം. ബാക്കിയുള്ളതൊക്കെ ഏട്ടൻ പറയും. കുട്ടിക്ക് ലീവാണ്. കുട്ടിക്ക് അതാ എല്ലാവർക്കും ലീവാണ്, പിള്ളേർക്കും ലീവാണ്, എല്ലാവർക്കും. ടീച്ചേഴ്സിന് മാത്രം വരുത്തിച്ചിട്ടുണ്ട്. ഇന്ന് വാവക്കുട്ടിക്ക് സ്കൂളില്ല. അമ്മൂന് മാത്രം സ്കൂളുണ്ട്. എന്താണ് ജ്യൂസ് കുടിക്കണ്ടേ? എന്താ അങ്ങനെ പറയാൻ പാടില്ല. വാ, സ്വത്തിന് സ്ട്രോങ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനല്ലേ ജ്യൂസ് കുടിക്കാൻ പറയണേ. കഴിക്കാൻ വയ്യാത്ത സമയത്ത് കഴിക്കാൻ വയ്യാത്ത എന്ത് സാധനല്ലേ? എന്താണ്? ഗ്രേപ്സ് കഴിക്കാൻ വയ്ക്കും, ഡേറ്റ്സ് കഴിക്കാൻ വയ്ക്കും. അത് മുത്തശ്ശി കഴിച്ചോ? ആ, കഴിക്കാൻ പൊട്ടണില്ലെങ്കിൽ വേണ്ട. അതെന്താ ശരിക്കും അറിഞ്ഞിട്ടില്ലേ? ജ്യൂസ് അടിച്ചപ്പോ നന്നായിട്ട് അരക്കണതാണല്ലോ അമ്മ മിക്സിയിലിട്ടിട്ട്. അധികം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ വേണ്ടി ഞാൻ അമ്മോട് പറയാട്ടോ. അപ്പൊ അവർക്ക് സുഖമായിട്ട് കുടിക്കാൻ ജ്യൂസ് വേണ്ടേ? ആ, വാവല്ലേ പറഞ്ഞ എനക്ക് ജ്യൂസ് വേണം. വാവ അങ്ങനെ പറഞ്ഞല്ലോ, അമ്മയുടെ അടുത്ത് ജ്യൂസ് വേണം. ആ, പനി മാറിയില്ലേ? എപ്പൊ തന്നു? ഈശ്വര, എന്തൊക്കെ നോണേ പറഞ്ഞൊക്കെ മുതൽ. എത്ര പെട്ടെന്ന് ആ പഴം ഈ അവസ്ഥയിലേക്ക് എത്തണം നോക്കിയേ. കുറേ ദിവസമായില്ലേ? പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. കാലാവസ്ഥ കൊണ്ടാണ് എന്താണെന്ന് അറിയാൻ വയ്യ. ഇതാണെങ്കിൽ കുട്ടിക്കിട്ട് കൊടുക്കാനും വയ്യ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിയും പോവില്ല. ആകെ പ്രശ്നമാണ്. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. ക്യാരറ്റ് ബീൻസ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. വർക്കുണ്ട്. അതിന് മുമ്പ് ഇതൊന്ന് കഴിക്കട്ടെ. നടുവിൽ വിശന്നിട്ട് വയ്യ. രാവിലെ നേരത്തെ കഴിച്ചതല്ലേ. കുട്ടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. 1:30 മണിയായിട്ടേ ഉള്ളൂ. ഇനി ബീൻസ് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ചു നേരം വർക്കിൻ്റെ മുകളിലേക്ക് ഇരുന്നു. ഇനിയിപ്പോൾ ഇതാ പരിപാടി തുടങ്ങട്ടെ. സമയം 2:10 ലഞ്ചിന് 2 ദോശ, കുറച്ച് ബീൻസ് ക്യാരറ്റ് ഉപ്പേരി, നാളികേര ചമ്മന്തി, അതായത് ചട്നി, പിന്നെ കുറച്ച് മുളക് വറുത്തത് ഇതിനകത്ത് വറുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ലഞ്ച്. ഇന്ന് അമ്മൂന് 3:30 സ്കൂൾ വിടും. അപ്പോൾ നേരെ ഇപ്പോൾ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോവാണ്. വാവക്കുട്ടിക്ക് സ്കൂളില്ല, അതവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അന്തസ്സായിട്ട്. ലീവ് ദിവസം പറഞ്ഞാൽ വാവക്കുട്ടിക്ക് ഉറക്കം. ഉറങ്ങി എൻജോയ് ചെയ്യും ആള്. ഒന്ന് കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് കുഞ്ഞാവൻ്റെ കൂടെ. 3:30 മണിക്ക് തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അമ്മ ഇതുവരെ പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ 3:30 മണി തന്നെ അല്ലേ പറഞ്ഞ്? ഒരാളും പുറത്തെത്തിയ പോലെ കാണാനില്ല. ബെല്ലടിക്കണ ഒച്ചൊക്കെ കേട്ടു. 1-2 ആൾക്കാരായിട്ട് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. കഴിക്കൂ, വേഗം ഓറഞ്ച് കഴിക്കൂ. ഇനി എന്താ വേണ്ടത് അവർക്ക്? ഉറങ്ങിക്കോ, അതിന് കുഴപ്പമില്ല. വിശക്കണേന് ഇപ്പൊ എന്താ കഴിക്കാൻ തോന്നുന്നു വായിക്കാതെ പറ, അമ്മ വാങ്ങിച്ചു തരാം. പറ. ഉറങ്ങിയാ മതിയോ? കുമ്പരൊന്നുമില്ലല്ലോ. കുമ്പ കാലിയാടോ? ഉണ്ടല്ലോ. കുമ്പ നിറഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്താ കഴിച്ചേ? ഫാൻ ഇടണോ? അത് നല്ല സ്പീഡിൽ ഫാൻ ഇട്ടുതരാം. എന്നാ അതെടുത്ത് കഴിക്കുവോ? നമുക്ക് മുകളിൽ പോവാ, കുറച്ചേരം ഉറങ്ങാം. പനിയാണോ? തനിക്കണ പോലെ ഉണ്ട്. വാംനെസ് ലൈറ്റ് ആയിട്ടില്ലേ? എന്താ നല്ലതായിട്ട് രാവിലെ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയത്?
മുഖത്തൊരു ചെറിയ ചൂട് പോലെ ഉണ്ട്. ഇതാവട്ടെ, മരുന്നും കൊടുക്കരുത് എന്നാ പറയാ. ആവട്ടെ, കുറച്ചും കൂടി ആവട്ടെ. പാവം ഉച്ചയ്ക്ക് ശരിക്കും കഴിച്ചിട്ടില്ല. എന്താ അറിയില്ല, കുഞ്ഞുവായ്ക്ക് ഒരു വല്ലാത്ത ക്ഷീണം പോലെ, ഒരു പനിയുടെ ഒക്കെ ലാഞ്ചന പോലെ, ചെറിയതായിട്ടൊരു വാംനെസ് ഉണ്ട്. എന്നാൽ പനിക്കണമൊന്നുമില്ല. എന്തായി തീരും എന്നറിയാൻ പാടില്ല. രാവിലെ തൊട്ട് ആൾ ഭയങ്കര ഉറക്കത്തിലാണ്, നല്ല ക്ഷീണമാണ്, നല്ല ഉറക്കമാണ്. ഈ മരുന്നുകൾ കുറേ കഴിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു സെഡേഷൻ ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ 6:30 ഇടയ്ക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ക്ഷീണം ഉണ്ടായിരിക്കും. എന്തായാലും എഗ്ഗ് വിത്ത് ദോശ അതാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് മുട്ട ദോശ, അതാണ് അതിൻ്റെ പേര്. എല്ലാവർക്കും ഉണ്ടാക്കട്ടെ ഡിന്നർ. ഇനിയിപ്പോൾ 6:30 മണിയായി. വാവക്കുട്ടിക്കുള്ള എഗ്ഗ് ദോശ റെഡിയാക്കി. ഈ സൈഡിൽ എഗ്ഗ്, ഈ സൈഡിൽ ദോശ. അതേപോലെ അമ്മൂനുള്ള 2-3 ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വേറൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ, അത് വർക്കാവുന്നില്ല. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലൈറ്റ് കത്തണില്ല. അതിനെന്ത് പറ്റിയെന്നറിയില്ല. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ വയറിങ്ങിൻ്റെ പ്രോബ്ലം ആണോ, ഇനിയിപ്പോൾ മെഷീൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ പഴയത് ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട് ഒരു 6 മാസം 7 മാസം ആയിട്ടുണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അതിനുള്ളിൽ അത് കേട് വരണമെങ്കിൽ അത് ശരിയല്ല. അതൊന്നില്ലെങ്കിൽ വാറണ്ടിയിൽ നിൽക്കേണ്ടതാണ്. അതന്നെ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഇലക്ട്രിക് വയറിങ്ങിൻ്റെ പ്രശ്നമാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് തന്നെ അല്ലേ. ഒന്നും പറയാൻ വയ്യ കേട്ടോ. ഇനിയിപ്പോൾ അതൊരു തലവേദന, ഒന്ന് തീരുമ്പോൾ അടുത്തത്, അത് തീരുമ്പോൾ അടുത്തത്. ഇപ്പോൾ വാവുകുട്ടിക്ക് ലൈറ്റായിട്ട് ചൂടുണ്ട്. എന്തെങ്കിലുമായിട്ടൊരു പ്രശ്നം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. സമാധാനം അത് പാടില്ല. വന്നാ ദോശ ഉണ്ടാക്കി തരാ. നമ്മുടെ കൂടെ വരുള്ളൂ, അച്ഛൻ്റെ കൂടെ വരില്ലേ? അവള് വരൂല. ഇന്ന് ഇതാണ് ഡിന്നർ. ദോശ, ഒരു പഴം. ഒരു പഴം എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് പഴം. കാണുമ്പോൾ നമുക്കിതൊരു വിയേർഡായിട്ട് തോന്നും, ഒരു മാച്ച് ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ സാധനം നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയവർക്കറിയാം. ഏകദേശം പാല് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഉഷാറുണ്ടാവും മാവക്ക്. ഒരു ദോശ കഴിച്ചാൽ ഒരൊറ്റ ദോശ വേറെ ദോശ കഴിക്കാൻ വേണ്ട. ഒരു ദോശ കഴിക്കണ്ടേ? മുണ്ടാണ്ട് നിൽക്കുന്ന പരിഗണന അച്ഛനോട്. നാളെ നമുക്ക് ഡോക്ടർ പോയി സൂചി വെക്കാം. പോവല്ലേ, കഴിക്കില്ലല്ലോ. കഴിച്ചില്ലെങ്കിൽ ഡോക്ടർ സൂചി വെക്കും. എന്തിനാ അറിയോ? വിശപ്പുണ്ടാകാൻ. കുണ്ടിയിൽ ഒറ്റ കുത്ത്. അപ്പോൾ വാവ കഴിക്കും. വേണ്ട വേണ്ടല്ല, സ്വന്തം കഴിക്കായിട്ടല്ലേ. വേണ്ട പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് സങ്കടം. വേണ്ട, സൂചിയൊന്നും വേണ്ട, വാവ കഴിക്കും. കഴിക്കോ? വെള്ളമാണോ അല്ലേ? അതുകൊണ്ടല്ലേ കയ്യിൽ പിടിക്കാതിരുന്നില്ല എനിക്ക്. 2 വാരം കൂടി നാളെ എടുത്താൽ മതിയോ? ശരി ശരി. അപ്പൊ വാവ കൺക്ലൂഡ് ചെയ്യില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. അമ്മ പറയണ്ട. അമ്മ പറയില്ല. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ. ഓ